കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം AICCയുടെ വക്താവായ ഷമാ മുഹമ്മദ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വാക്കുകൾ വലിയ തരത്തിൽ മാധ്യമശ്രദ്ധ നേടുകയും വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തതാണ്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സ്ത്രീകൾക്കുള്ള പിന്തുണ കുറഞ്ഞു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുന്ന സാഹചര്യത്തിൽ അവിടെ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറവാണ് എന്നുള്ളതായിരുന്നു ഷമ ഉന്നയിച്ച ആക്ഷേപം എന്ന് പറയുന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ ഷമയുടെ വാക്കുകൾക്ക് വലിയ തരത്തിൽ സ്വീകാര്യത ലഭിച്ചുവെങ്കിൽ പോലും പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ വാക്കുകളെല്ലാം തന്നെ തള്ളുന്ന ഒരു നിലപാടായിരുന്നു KPCC പ്രസിഡന്റായിട്ടുള്ള K. സുധാകരൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ക്ഷമ കോൺഗ്രസിന്റെ ആരുമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി, അവരൊന്നും പാർട്ടിയുടെ ആരുമല്ല. എന്നാൽ അതേസമയം തന്നെ വ്യത്യസ്തമായ നിലപാടാണ് പ്രതിപക്ഷ നേതാവായ VD സതീശന്റേത്. അദ്ദേഹം ക്ഷമ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശരിവെക്കുന്നുണ്ട്. സ്ത്രീകളെ പരിഗണിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, വനിതകൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സിറ്റിംഗ് MPമാരൊക്കെ മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതിന്റെ അത് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് തെറ്റൊന്നുമില്ല, പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കൂടുതൽ സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കണമായിരുന്നു, കൊടുക്കാൻ പറ്റിയില്ല. പ്രായോഗികമായി സോഷ്യൽ ബാലൻസും എല്ലാം നോക്കി വന്നപ്പോൾ ഞങ്ങളെ കൊണ്ട് അത് സാധിച്ചില്ല. അതിലൊരു കുറ്റബോധം ഞങ്ങൾക്കുണ്ട്. യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീ പ്രാതിനിധ്യം കുറവായതിനെതിരെയാണ് ഷമാ മുഹമ്മദ് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകുന്നില്ല എന്നായിരുന്നു ക്ഷമയുടെ പരാതി എന്ന് പറയുന്നത്. ഇത് പാർട്ടി മനസ്സിലാക്കണമെന്നും ക്ഷമ പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി എപ്പോഴും സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ്. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകളെ അവഗണിക്കുകയായിരുന്നു. സംവരണ സീറ്റ് ഇല്ലായിരുന്നെങ്കിൽ രമ്യ ഹരിദാസിനെയും തഴഞ്ഞേനെയെന്നും ഷമാ മുഹമ്മദ് വിമർശിക്കുന്നുണ്ട്. പാർട്ടി പരിപാടികളിൽ സ്റ്റേജിൽ പോലും സ്ത്രീകളെ ഇരുത്തുന്നില്ല എന്ന് പോലും ആക്ഷേപിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് എപ്പോഴും നൽകുന്നത് തോൽക്കുന്ന സീറ്റുകൾ മാത്രമാണെന്നും എന്നാൽ അതേസമയം തന്നെ വടകരയിൽ തന്നെ പരിഗണിക്കാമെന്ന് ആദ്യം വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നെന്നും ക്ഷമ പറഞ്ഞു വെക്കുന്നുണ്ട്. മലബാറിലും ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർ ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി വലിയ പരീക്ഷണത്തിനൊന്നും തന്നെ തങ്ങൾ മുതിരുന്നില്ല. 2019 സിറ്റിംഗ് MPമാർ മാത്രമാണ് ഇക്കുറി മത്സരിക്കുന്നത് എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആദ്യം മുതലുള്ള തീരുമാനം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ പാളിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വയനാട്ടിൽ മാത്രമായിരുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം പ്രസക്തമായപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ചില മണ്ഡലങ്ങളിലെങ്കിലും ഒരു ആശങ്കയുണ്ടായിരുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായും ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുമെന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. അതേസമയം തന്നെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. അവിടെ K. ജയന്തിന്റെ പേരുകൾ ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഒരു 3ാം സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുന്നോട്ട് വരവുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ലീഗിനെ തകർക്കുക അല്ലെങ്കിൽ ലീഗിനെ ഒതുക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന് ലീഗിന് കണ്ണുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോൺഗ്രസ് അവിടെ സുധാകരൻ മത്സരിക്കുകയാണ് എന്നുള്ളൊരു ഖ്യാതി ഉണ്ടാക്കുകയെല്ലാം തന്നെ ചെയ്തു തന്നെയാണ് ഇതുവരെ കണ്ട രാഷ്ട്രീയം എന്ന് പറയുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സ്ത്രീ പ്രാതിനിധ്യവും അതുപോലെ തന്നെ സമുദായ സംവരണവും എല്ലാം തന്നെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള സിറ്റിംഗ് MPമാർ മാത്രമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ തന്നെ വലിയ തരത്തിലുള്ള വിമർശനം നേടിയിട്ടുണ്ടായിരുന്നത് സമുദായ സമവാക്യങ്ങളൊന്നും തന്നെ കോൺഗ്രസിന് പാലിക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും LDFന്റെ ഭാഗത്തു നിന്നാണെങ്കിലും BJPയുടെ ഭാഗത്തു നിന്നാണെങ്കിലും കോൺഗ്രസ് ന്യൂനപക്ഷങ്ങളെ അവഗണിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അല്ലെങ്കിൽ അത്തരം ഒരു വിമർശനം ഉയരാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക, എവിടെയെങ്കിലും അദ്ദേഹത്തിന് സീറ്റ് നൽകുക എന്നുള്ളത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം തന്നെയായിരുന്നു. എന്നാൽ അതേസമയം തന്നെയാണ് ഒരു സ്ത്രീ സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ ഇക്കുറി ഇല്ല എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ആലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ആലത്തൂർ പാട്ടും പാടി വിജയിച്ചതാണ് രമ്യ ഹരിദാസ് എന്ന് പറയുന്ന നേതാവ്. ആലത്തൂർ എന്ന് പറയുന്നത് ഒരു സംവരണ മണ്ഡലം കൂടിയാണ്. രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഏക വനിതാ സ്ഥാനാർത്ഥി ആലത്തൂരിൽ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അതേസമയം തന്നെ ഷമാ മുഹമ്മദിന്റെ പേര് ചിലയിടങ്ങളിലെങ്കിലും ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു. ഷാനിമോൾ ഉസ്മാന്റെ പേരും ചിലയിടങ്ങളിൽ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാന ഘട്ട പട്ടികയെല്ലാം തന്നെ പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഈ 2 സ്ത്രീരത്നങ്ങളും ഇല്ല എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായത്. ക്ഷമ പറഞ്ഞതെല്ലാം തന്നെ അർത്ഥവത്താക്കുന്ന തരത്തിൽ വലിയ തരത്തിൽ സ്ത്രീ പ്രാതിനിധ്യവും സ്ത്രീകളെല്ലാം തന്നെ മുന്നോട്ട് വരണമെന്ന് പറയുന്ന വ്യത്യസ്തമായ ആശയങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ നടപ്പിലാക്കി കാണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഷമയുടെ ആക്ഷേപം എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KPCC പ്രസിഡന്റിന് ഒരു വാക്കും പ്രതിപക്ഷ നേതാവായ VD സതീശന് മറ്റൊരു വാക്കുമാണ്. കാരണം പ്രതിപക്ഷ നേതാവായ VD സതീശൻ അദ്ദേഹം പറയുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ശരിവെക്കുന്നുണ്ട് ക്ഷമ പറഞ്ഞതെല്ലാം തന്നെ ശരിയാണെന്നും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇത്തരമൊരു പാളിച്ച യഥാർത്ഥത്തിൽ കോൺഗ്രസിന് സംഭവിച്ചിട്ടുണ്ട്, അതിനുള്ള കാരണം ഇതാണെന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ K. സുധാകരൻ ഈ ഒരു കാര്യത്തിനോട് പ്രതികരിക്കാനേ തയ്യാറാകുന്നില്ല. മാത്രമല്ല ഷമാ മുഹമ്മദ് ആരാണ് എന്ന് കൂടിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. AICC വക്താവ് കൂടിയായ ഷമാ മുഹമ്മദ് പലപ്പോഴും
പല കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നതിലും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെല്ലാം തന്നെ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നതിലെല്ലാം തന്നെ അവർ എപ്പോഴും രംഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്ത് തന്നെയാണെങ്കിലും ക്ഷമയുടെ വാക്കുകൾ ഇപ്പോൾ വലിയ തരത്തിൽ തന്നെ ചർച്ചയാവുകയാണ്. അതേസമയം തന്നെ കോൺഗ്രസിന്റെ ഈ ഇരട്ട നിലപാട്, അതായത് ഒരേ വിഷയത്തിലുള്ള കോൺഗ്രസിന്റെ ഈ ഇരട്ട നിലപാടും വലിയ തരത്തിൽ ചർച്ച തന്നെയാവുകയാണ്. കാരണം ഇതിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കാനുള്ള പ്രശ്നം എന്ന് പറയുന്നത് സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകളെല്ലാം തന്നെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് അദ്ദേഹം പലപ്പോഴും പല വിവാദങ്ങളിലും അറിയാതെയാണെങ്കിലും ചെന്ന് പെടുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. പലപ്പോഴായിട്ട് അദ്ദേഹത്തിന്റെ പല വാക്കുകളും ഒരുപക്ഷെ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന തരത്തിലാണ്. അദ്ദേഹം ഒരു ബാധ്യത തന്നെയാണ് കോൺഗ്രസിന് എന്നുള്ള ആക്ഷേപം പോലും അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട്. ഇതേ സാഹചര്യത്തിലാണ് ക്ഷമയെ പോലെ ഒരു നേതാവിനെ അദ്ദേഹത്തിന് അറിയില്ല, അവരാരാണ് കോൺഗ്രസിന് എന്ന് ചോദിക്കുകയും അതേസമയം തന്നെ സുധാകരൻ പറഞ്ഞതിന് വിരുദ്ധമായി വി.ഡി. സതീശൻ രംഗത്ത് വരികയും ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും കോൺഗ്രസിന് ഉള്ളിൽ തന്നെ വിഭിന്ന അഭിപ്രായങ്ങളാണ്, കോൺഗ്രസിന്റെ തന്നെ ഇരട്ടത്താപ്പാണ്, നിലപാടില്ലായ്മയാണ് ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നതെന്നുള്ള കാര്യം തീർച്ചയാണ്.